ഇസ്രായേലികളെക്കുറിച്ച് മോശം അഭിപ്രായമായിരുന്നു ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞിക്കുണ്ടായിരുന്നത്. ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇസ്രായേലിന്റെ മുൻ പ്രസിഡന്റ് റൂവൻ റിസ്വിൻ തന്നെയാണ്. ഇസ്രായേലിന്റെ 10ാമത്തെ പ്രസിഡന്റായിരുന്നു റിസ്വൻ. 2014-2021 കാലയളവിലാണ് റിസ്വൻ അധികാരത്തിലുണ്ടായിരുന്നത്. എല്ലാ ഇസ്രായേലികളും തീവ്രവാദികളോ തീവ്രവാദികളുടെ മക്കളോ ആണെന്ന് രാജ്ഞി വിശ്വസിച്ചിരുന്നതായാണ് മുൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ. ലണ്ടനിൽ നടന്ന ചടങ്ങിനിടെയായിരുന്നു റിസ്വന്റെ തുറന്നു പറച്ചിൽ. എലിസബത്ത് രാജ്ഞിയുടെ ഈ നിലപാട് ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധത്തെ ബാധിച്ചിരുന്നതായും റിസ്വൻ വ്യക്തമാക്കി. അപൂർവ അവസരങ്ങളിലൊഴികെ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ രാജ്ഞി ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. രാജ്ഞിയായിരുന്ന 70 വർഷത്തിനിടെ 120ഓളം രാജ്യങ്ങളാണ് എലിസബത്ത് രാജ്ഞി സന്ദർശിച്ചത്. എന്നാൽ ഒരിക്കൽ പോലും ഇസ്രായേൽ സന്ദർശിച്ചിരുന്നില്ല. 1984 രാജ്ഞി ജോർദൻ സന്ദർശിച്ചിരുന്നു. ഈ സമയത്ത് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ആകാശത്ത് പറന്നുയർന്നിരുന്നു. ഈ വിമാനങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നുവെന്ന് രാജ്ഞി പറഞ്ഞതായി ജോർദൻ രാജാവ് ഹുസൈൻ്റെ ഭാര്യ നൂറിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രങ്ങളുടെ ഭൂപടം എലിസബത്ത് രാജ്ഞി കണ്ടിരുന്നു. നിരാശപ്പെടുത്തുന്ന ഭൂപടം എന്നായിരുന്നു രാജ്ഞിയുടെ പ്രതികരണം. 2022 രാജ്ഞി അന്തരിച്ചത്. ലോകത്ത് രാജവാഴ്ചയിൽ കൂടുതൽ കാലം അധികാരത്തിലിരുന്ന 2ാമത്തെ വ്യക്തിയാണ് രാജ്ഞി. 1926 ഏപ്രിൽ 21 ജോർജ് 6ാമൻ്റെയും എലിസബത്ത് രാജ്ഞിയുടെയും മകളായാണ് ജനനം. എലിസബത്ത് അലക്സാണ്ട്ര മേരി വിൻസർ എന്നായിരുന്നു പേര്. ജോർജ് 6ാമൻ്റെ പിതാവും രാജാവുമായിരുന്ന ജോർജ് 5ാമൻ്റെ ഭരണകാലത്തായിരുന്നു എലിസബത്തിന്റെ ജനനം. ബ്രിട്ടീഷ് കിരീടത്തിലേക്കുള്ള പിന്തുടർച്ചാ അവകാശത്തിൽ അമ്മാവൻ എഡ്വിനും പിതാവിനും പിന്നിൽ 3ാമതായിരുന്നു എലിസബത്തിന്റെ സ്ഥാനം. ജോർജ് 5ാമൻ്റെ മരണത്തിന് പിന്നാലെ എഡ്വേർഡ് രാജാവായെങ്കിലും വിവാഹമോചനവും അത് സംബന്ധിച്ച ഭരണഘടനാ പ്രതിസന്ധിക്കും പിന്നാലെ എഡ്വേർഡ് രാജിവെച്ചു. തുടർന്ന് എലിസബത്തിന്റെ പിതാവ് ജോർജ് 6ാമൻ ബ്രിട്ടന്റെ സിംഹാസനത്തിലെത്തി. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ മൂത്ത മകളായ എലിസബത്ത് അധികാരത്തിലെത്തി. 1952 ജനുവരി 6 എലിസബത്ത് ഭരണത്തിലേറിയത്. 1953 ജൂൺ 2 കിരീടദാനം നടന്നു. 1953 ജൂൺ 2 കിരീടധാരണം നടന്നു. ഗ്രീക്ക് ഡാനിഷ് രാജകുടുംബത്തിൽ ജനിച്ച ഫിലിപ്പ് രാജകുമാരനാണ് എലിസബത്തിൻ്റെ ഭർത്താവ്. 1947 ഇവർ വിവാഹിതരായത്. 2021 ഏപ്രിൽ 9 ഫിലിപ്പ് അന്തരിച്ചു.